ഇന്നിവിടെ വിഷയം അവതരിപ്പിച്ച എറണാകുളം ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബിന്ദുമോൾ മാഡം, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സോണിയ കേദാസ്, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായ ആദിന്യായ ഡോക്ടർ ഗോപികുമാർ, ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഡോക്ടർ അബ്ദുൾ അസീസ്, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ അപകടം പിടിച്ച വിഷയമാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമുക്കൊക്കെ പരിമിതിയുള്ളൊരു വിഷയമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ നിയമവും കുറേ നിയമത്തിൻ്റെ ഡെഫിനിഷൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നതല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാലികമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒരു സാധാരണക്കാരന് എങ്ങനെ നീതിയും ന്യായവും ലഭിക്കും, അത് കോടതിയിൽ നിന്ന് മാത്രമല്ല നമ്മൾ പെരുമാറുന്ന ആരോഗ്യ രംഗത്ത് നിന്നും കൂടി എങ്ങനെ നമുക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുക. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ മാഡം പറഞ്ഞ പോലെ കൺസ്യൂമർ കോടതികളൊക്കെ നിലവിൽ വന്നു. അവിടെ കേസുകളുടെ ബാഹുല്യം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം, എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ കേസ് കൊടുത്ത എത്ര കേസുകളിൽ നീതി ലഭിച്ചിട്ടുണ്ട്, എത്ര കേസുകൾ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും കോടതിയിൽ വരുന്ന കേസുകൾ ഒരു 80% കേസുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വെറും ആരോപണങ്ങളെ മാത്രം പിൻപറ്റിയിട്ടുള്ള കേസുകളായതുകൊണ്ടാണ് കേസുകൾ പലതും കോടതികൾ തള്ളിക്കളയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു 20% കേസുകളിൽ നമുക്കൊക്കെ ന്യായവും നീതിയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്, അഭിഭാഷകരുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും അവകാശത്തെക്കുറിച്ച് എനിക്ക് ഇന്ന അവകാശമുണ്ട്, എനിക്ക് ഇന്ന ഭരണഘടന അവകാശങ്ങളുണ്ട്, എനിക്ക് ഇന്ന നിയമത്തിൽ പറയുന്ന അവകാശങ്ങളുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ അഭിഭാഷകരുടെ അടുത്തൊക്കെ കക്ഷികൾ വരുന്നത്. അതിനേക്കാൾ വലിയ രീതിയിലുള്ള ആവശ്യവുമായിട്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് ആശുപത്രികളിൽ രോഗികൾ ചെല്ലുന്നത്. അവരവരുടെ, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആശുപത്രികളും നമ്മുടെ ആതുര സേവനം നടത്തുന്ന ഡോക്ടർമാരും എന്നാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി അവരെ തൊഴിൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരെ സേവനം ചെയ്യുന്നതിന് അവസരമുണ്ടാക്കി കൊടുക്കലാണ് രോഗികളുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങളുടെയൊക്കെ ആദ്യത്തെ കർത്തവ്യം. നമ്മളിപ്പോൾ മിക്കവാറും അതല്ല കാണുന്നത്. ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒന്ന് കാണുന്നു, രോഗിക്ക് ഇഷ്ടമില്ലാത്തതോ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ ആയ ഒരു തരത്തിലുള്ള മറുപടി വരികയാണെങ്കിൽ ആശുപത്രിയിൽ കയറി ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നു, ആശുപത്രി തല്ലിപ്പൊളിക്കുന്നു. അപ്പം തന്നെ നമ്മുടെ ചാനലുകൾ മത്സരിച്ച് ആശുപത്രികൾ വരുന്നു, നമ്മുടെ വീഡിയോ ദിവസങ്ങളോളം എടുക്കുന്നു, അതിൽ കുറേ പേര് കഥാപാത്രങ്ങളായി മാസങ്ങളോളം തങ്ങി നിൽക്കുക, ഇതൊക്കെ നടക്കുക. അപ്പോൾ ഇതിനൊരു ബാലൻസിങ് നമുക്ക് വളരെ ആവശ്യമാണ്. ഈ ബാലൻസിങ് ആവശ്യമാണെന്ന് പറയാൻ കാരണം, ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ ചികിത്സിക്കുന്നുണ്ട്, രോഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ രോഗത്തിന് നിയതമായിട്ടുള്ള രീതിയിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ഡോക്ടർ ചികിത്സിക്കേണ്ടത് എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള അവകാശ കമ്മീഷൻ തന്നെ പലതവണ കണ്ടിട്ടുള്ള, സുപ്രീം കോടതി തന്നെ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ
ഡോക്ടർ അനുവർത്തിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, അത് അനുവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്. പലപ്പോഴൊക്കെ ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് രണ്ടു ഭാഗവും കേസ് നടത്തുമ്പോൾ നമുക്കൊക്കെ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. വിഷമം തോന്നുന്ന രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും മനസ്സിലാക്കാത്ത വിദ്വാന്മാർ മുകളിൽ കയറിയിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, അവർ തോന്നുന്ന രീതിയിൽ വിധി എഴുതി പോവും. പിന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെ മതി, ഇത് തന്നെയാണ് ഞങ്ങളുടെ നിയമം, അങ്ങനെ കുറേ കുറുമ്പ് കാണിച്ചു പോകുന്ന വിദ്വാന്മാരൊക്കെ ജുഡീഷ്യറിയിലുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ വലിയ തലവേദനയാണ്. ഇപ്പോൾ മെഡിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണ് നമ്മുടെ ദയ ആശുപത്രി. അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു ആശുപത്രിയാണ്. ഡോക്ടർ വർക്ക് ചെയ്യുന്ന മറ്റേ മദർ ആശുപത്രി, അതൊരു ഇടത്തരം, തിരക്കൊക്കെ വളരെ നിയന്ത്രിച്ച് പോകുന്ന ആശുപത്രി. പക്ഷേ ദയ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ ഒരു മിനി പതിപ്പാണ്. പലപ്പോഴും നമുക്കറിയാം, അപകടമുണ്ടായാൽ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ, എന്തെങ്കിലും നിലയ്ക്കുള്ള ആൾക്കൂട്ടത്തിൽ അപകടമുണ്ടായാൽ ഇങ്ങനെ രോഗികളെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മറ്റു തരത്തിലുള്ള രോഗികളും വരും. ഏത് രോഗികളെ ഡോക്ടർമാർ ചികിത്സിക്കണം, കാഷ്വാലിറ്റിയിൽ കാണണം, ആ രോഗം എങ്ങനെ നിർണ്ണയിച്ച് ഏത് ഡോക്ടർക്ക് ആ രോഗികളെ പറഞ്ഞയക്കണം, ആ പറഞ്ഞയക്കുന്ന സ്പെഷ്യലിസ്റ്റ് സ്കില്ലായിട്ടുള്ള ഡോക്ടർമാർ അവിടെയുണ്ടോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് മെഡിക്കൽ കോളേജ് പോലുള്ള തിരക്കുള്ള ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ദയനീയാവസ്ഥ നമുക്കൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവരും മനുഷ്യരാണ്, അവരും സേവനം ചെയ്യുന്നതിനും ജീവിക്കുന്നതിനും വരുന്നവരാണ്. ഒരു ഡോക്ടറും ഒരു രോഗിയെ കൊല്ലുന്നതിനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനോ അവരുടെ കയ്യോ കാലോ ഒടിച്ചിടുന്നതിനൊന്നും ശ്രമിക്കില്ല. പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് പലപ്പോഴും നമുക്ക്, ഞാനൊരു ഇങ്ങനെയുള്ളൊരു പ്രൊഫഷനിൽ നിൽക്കും, പലപ്പോഴും നമുക്ക് പലതും തുറന്നു പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും അഭിഭാഷകർ, പൊതുപ്രവർത്തകർ, ഡോക്ടർമാർ, ഇവർക്കൊക്കെ ഏറ്റവും വലിയ ആശ്രയം ഇപ്പോൾ മീഡിയ. ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ കേൾവിയില്ലാത്ത പോലെയാണ്. ഡോക്ടർമാരൊക്കെ ഗ്രൂപ്പ് എടുത്ത് നമ്മൾ എക്സൈസ്, മദ്യം ചിലപ്പോൾ 5 ലിറ്റർ കള്ള് പിടിച്ചിട്ടുണ്ടാവും, അരാക്ക് പിടിച്ചിട്ടുണ്ടാവും. എക്സൈസിലെ എല്ലാ ഇൻസ്പെക്ടർമാരും അവിടുത്തെ പ്യൂൺ അടക്കം വന്ന് ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം പേപ്പറിലിടും. കാരണം എന്താ, ഗുഡ് സർവീസ് എൻട്രി കിട്ടണം. ഒരു പോലീസുകാരൻ ഒരു മാല പൊട്ടിച്ച ഒരു കേസിൽ ഒരാളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്താൽ SP മുതലുള്ള ആൾക്കാരുടെ ഫോട്ടോ ഇതിൽ വരും, ചാനലിൽ വരും, രാത്രി ക്രൈമിലും ഒക്കെ ഇടും. അതുപോലെ തന്നെ അഭിഭാഷകരെ സംബന്ധിച്ചും രാവിലെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബലാത്സംഗ വീരന് ഇന്ന അഭിഭാഷകൻ ഹാജരായി, കൊലപാതകി ഇന്ന അഭിഭാഷകൻ ഹാജരായി എന്ന് പറഞ്ഞ് അഭിഭാഷകരുടെ പേര് കാണും. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ചെറിയൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ, അവിടുത്തെ നേഴ്സുമാരും അവിടെയുള്ള എല്ലാ ആൾക്കാരും വെച്ച് ഫോട്ടോ എടുത്ത് പേപ്പറിലിടും. അപ്പോൾ പ്രചരണം, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിൽ പ്രചരണം ഒരുപാട് കൂടിയ കാലമാണ്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ പ്രചരണമൊന്നും കിട്ടാണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഞങ്ങളൊന്ന് പ്രചരിപ്പിക്കാം, അവരും ഒന്ന് പ്രചരിപ്പിക്കും. അപ്പോൾ പ്രചരണം കൂടി വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കേസിന് പോവും. ഇന്ന പോലെ ആയിക്കൂടെ. ഞാൻ ഇന്ന് ഡോക്ടർ ഗോപികുമാറിനോട് വേറൊരു കാര്യം പറയായിരുന്നു. 10 വർഷം മുമ്പ് നടന്ന ഒരു സർജറിയുടെ കോംപ്ലിക്കേഷനുമായി ഇന്നലെ ഒരു ലേഡിയാണ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷനായി നമുക്ക് അറിയാം. കൺസ്യൂമർ കോടതിയാണെങ്കിലും സിവിൽ കോടതിയാണെങ്കിലും ക്രിമിനൽ കേസുകളൊക്കെ ആണെങ്കിലും സമയപരിധിക്കകത്ത് കേസ് കൊടുത്തെങ്കിൽ കേസിനും നിലനിൽപ്പില്ല. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചയച്ച കാര്യം പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം കേസ് കൊടുക്കാനൊരു തോന്നുന്നത്? അതൊന്നുമില്ല സാറേ, ടി വിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവിടെ കത്തിര വെച്ച് പൂട്ടുന്നില്ലേ,
ഇവിടെ പഞ്ഞി വെച്ച് അടയ്ക്കുന്നില്ലേ? അപ്പോൾ ഇതും കുഴപ്പമില്ല എന്ന് തോന്നി പോന്നതാണ്. ഇതാണ് നമ്മുടെ കാര്യം. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ പലപ്പോഴും പോകുന്നത് കൊണ്ടാണ് അപകടം പറ്റുന്നത്. പലപ്പോഴും ഡോക്ടർമാർ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു 10-20 കൊല്ലത്തിൻ്റെ മുന്നിലേക്ക് പോവുക. തൃശ്ശൂർ കൺസ്യൂമർ കോടതിയൊക്കെ വന്ന കാലം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്യാൻസർ വിദഗ്ധനെതിരെ തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിലൊരു കേസ് വരിക. ആ കേസ് വേറെ ഒന്നുമല്ല, നമ്മുടെ ചെമ്പുക്കാവിലുള്ള, തൃശ്ശൂർ ചെമ്പുക്കാവിലുള്ള ഒരു വയസ്സായ സ്ത്രീയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസ് കൊടുത്തത് വേറെ ഒന്നുമല്ല, ലിംഫോമ എന്ന് പറയുന്ന അസുഖം. നിങ്ങൾക്ക് ക്യാൻസർ അസുഖം നിങ്ങൾക്കൊക്കെ അറിയുമോ അറിയില്ല. പ്രസിദ്ധമായ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു സിനിമാ നടിയുണ്ട്. അവർക്ക് ഈ ലിംഫോമ, അത് ഈ കഴല, അങ്ങനെയല്ലേ, കഴല പോലെ വരുന്ന, അതങ്ങനെ ബോഡിയിൽ മുഴുവൻ വരും. അത് റിലാപ്സ് ചെയ്യും. സാധാരണ കീമോതെറാപ്പി കഴിഞ്ഞാൽ പിന്നെയും വന്നേക്കാം. കീമോതെറാപ്പി കഴിഞ്ഞാൽ ഒരു 1-2 ഡോസ് കീമോതെറാപ്പി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവും. അപ്പോൾ തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിൽ ഈ പ്രധാനപ്പെട്ട ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഹാജരായത്. അന്നൊരു ജില്ലാ ജഡ്ജിയായിരുന്നു തൃശ്ശൂരത്തെ കൺസ്യൂമർ കോടതിയുടെ ജഡ്ജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാൻസർ രോഗത്തിനെക്കുറിച്ചും ലിംഫോമയെക്കുറിച്ചൊക്കെ മുഴുനീളം ക്ലാസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അതിന് തെളിവ് കൊടുക്കാൻ ആ ക്യാൻസർ വിദഗ്ധൻ്റെ തന്നെ ഒരു ശിഷ്യനെ കൊണ്ടുവന്നു. അപ്പോൾ അവർ തമ്മിൽ വലിയ അഭിപ്രായ ഐക്യമില്ലാത്തവരാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ ഡോക്ടർക്കെതിരെ മൊഴി കൊടുത്തു. അങ്ങനെ കോടതി അത്, കൺസ്യൂമർ കോടതി അത് നെഗ്ലിജൻസ് ഫൈൻഡ് ചെയ്തു. അപ്പോൾ അതിൽ ഈ ഡോക്ടറുടെ, പ്രധാനപ്പെട്ട ഡോക്ടർ പറഞ്ഞത്, ഒരു ഡോസ് കീമോതെറാപ്പി അഗ്രസീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിംഫോമയുടെ ലക്ഷണം അപ്രത്യക്ഷമാവും. അപ്പോൾ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ, ആ ഡോക്ടർ ഒരു തവണ കീമോതെറാപ്പി തുടങ്ങി 2 ഡോസ് കൊടുത്തതിന് ശേഷം ഈ ഡോക്ടർ UK എന്തൊരു സെമിനാറിന് പോയി. അതിനുശേഷം വന്നു പെട്ടത് നമ്മുടെ ഈ മറ്റേ സാക്ഷി പറഞ്ഞിട്ടുള്ള മിടുക്കൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ അസുഖമൊന്നുമില്ലല്ലോ, ഇതാരാ ഇങ്ങനെ കീമോതെറാപ്പി പറഞ്ഞേ? ഒരഭിപ്രായം പറഞ്ഞ് വിട്ടതിൻ്റെ പിന്നാലെയാണ് തൃശ്ശൂർ കേസ് വന്നത്. അപ്പോൾ ആ ഡോക്ടർ, നമ്മുടെ ഡോക്ടറെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കൃത്യമായിട്ടുള്ള ലിംഫോമയാണ്, എന്തായാലും റിലാപ്സ് ചെയ്യും, ഇപ്പോൾ ചികിത്സയൊന്നും ഇല്ലല്ലോ, മിക്കവാറും ഈ കേസ് കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹൈക്കോടതി എത്തുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിലാപ്സ് ചെയ്തു, ആ സ്ത്രീ മരിച്ചു. അപ്പോൾ എന്തുണ്ടായി? ആ ഗുരുവും ശിഷ്യനും, അല്ലെങ്കിൽ ഒരു സീനിയർ ഡോക്ടറും ജൂനിയർ ഡോക്ടറും കൃത്യമായ രീതിയിലുള്ള പരസ്പര ധാരണയില്ലാതെ ഒരു കോടതിയിലൊരു മൊഴി പറയുക. ഒരു കൺസ്യൂമർ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ബഹു ഗംഭീരമായിട്ടൊക്കെ കോടതിയിൽ കേസ് നടത്തുക, അപ്പുറത്തൊരു എക്സ്പെർട്ട് അതേ രീതിയിലുള്ളൊരു ഡോക്ടർ വന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻ പറഞ്ഞാൽ കൺസ്യൂമർ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ പിന്നീട് അത് ഹൈക്കോടതിയിൽ ഞാൻ തന്നെ ഹാജരായി. ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മരിച്ചതിൻ്റെയും മറ്റു തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഹാജരാക്കി ഹൈക്കോടതിയാണ് അത് സെറ്റ് അസൈഡ് ചെയ്തത്. അന്ന് കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറം, നാഷണൽ കൺസ്യൂമർ ഫോറം ഒന്നുമില്ല. തൃശ്ശൂർ കൺസ്യൂമർ ഫോറത്തിന് കഴിഞ്ഞാൽ നേരെ ഹൈക്കോടതിയിലേക്കായിരുന്നു. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുമ്പോഴാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നീതി നിഷേധിക്കപ്പെടുകയാണോ എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നീതി നിഷേധം എവിടെ പോയാലും നമുക്ക് വിഷയങ്ങളാണ്, സമൂഹമാണ്. പക്ഷെ അത് ഡോക്ടർമാരെ മാത്രം വളഞ്ഞിട്ടാവുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്നത്തെ ഒരു കേസിൽ തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിൽ ഹാജരാവേണ്ട ഒരു കാര്യമുണ്ടായി. അത് ഡോക്ടർമാർക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് അസിസ്റ്റ് ഡോക്ടർക്ക് അറിയാം. കീലോയിഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജന്മന നമ്മുടെ സ്കിന്നിന് തടിപ്പുണ്ടാകുന്ന ഒരു അസുഖമാണ്. ചില പെൺകുട്ടികളൊക്കെ മുഖക്കുരു ഞെക്കിക്കഴിഞ്ഞാൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ മാർക്ക് വരും. ചില ആൾക്കാർക്ക് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിൽ വലിയ തടിപ്പ് വരും. കാർഡിയാക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിൽ നിറയെ ആ സർജറി ഇൻസിഷൻ ഇട്ടുകൊടുത്ത് വലിയ രീതിയിൽ തടിപ്പ് വരും. വെറുതെ ഒരു റോഡ് ആക്സിഡൻറ്റിൽ നമ്മൾ ഒരു റോഡ് വെച്ച് ഈ ബോൺ ഡോക്ടറെ അടുത്ത് നിന്ന് അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ തടിപ്പ് വരും.
അത് ബൈ ബർത്തുള്ള ഒരു അസുഖമാണ്. തൃശ്ശൂർ മിഷൻ ആശുപത്രിയിൽ കീലോയിഡ് സ്കാർ ശരിക്കും ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്ന് വല്ലാത്തൊരു ഇൻഫെക്ഷനായി ഒരു 4 മാസത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് മരിക്കേണ്ട കണ്ടീഷൻ ഇൻഫെക്ഷൻ അങ്ങനെ വന്നപ്പോഴാണ് തൃശ്ശൂർ മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം അത് ട്രീറ്റ് ചെയ്തു, ഒരു പ്ലാസ്റ്റിക് സർജൻ ട്രീറ്റ് ചെയ്ത് ഇൻഫെക്ഷനൊക്കെ എല്ലാം മാറ്റി നമ്മുടെ 2 സൈഡിലത്തെ സ്കിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അത് അവർ ഇഞ്ചുറിയൊക്കെ മാറ്റി അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, മാന്തരുത്, മാന്തി കഴിഞ്ഞാൽ ഇത് വരും, വേണ്ടാത്ത നമ്മുടെ നാടൻ പ്രയോഗങ്ങളും ചെയ്യരുത്, മാറിപ്പോക്കോളും, ഇത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാന്തിയാണെങ്കിൽ ഇനിയും വരുമെന്ന് പറഞ്ഞു. ഒരു 4 വർഷത്തിന് ശേഷം അയാൾക്കൊന്നും മാന്താൻ തോന്നി, അത് വലുതായി. തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതിയിൽ നമ്മൾ പറയാം. അങ്ങനെ പറഞ്ഞപ്പോൾ മലപ്പുറത്ത് നിന്നൊരു ലേഡി സർജനെ കൊണ്ട് അവർ അവതരിപ്പിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു കീലോയിഡ് സർജറി, ഈ സ്കാറിനെ കുറിച്ചും അതിൻ്റെ സയൻസിനെ കുറിച്ചും. അപ്പോൾ അവർക്ക് ഇവിടെയും തൊടാതെ അവിടെയും തൊടാതെ എങ്ങനെ വേണമെങ്കിൽ ആവാമെന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ കോടതി അത് വിധി പറയാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ മെഡിക്കൽ ബോർഡിലേക്ക് വിടാൻ വെച്ചിരിക്കുക. മെഡിക്കൽ ബോർഡ് വരണം. എന്താ മെഡിക്കൽ ബോർഡിൻ്റെ പ്രാധാന്യം? നമ്മുടെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ വരുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കണത് വെറുതെ ഒരു ഡോക്ടർക്കെതിരെ ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസോ കൺസ്യൂമർ കോടതികളുടെ കേസുകൾ അടക്കം വെറുതെ വന്ന് ഡോക്ടർക്കെതിരെ എടുക്കരുത്. കുറേ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ ലിറ്റിഗൻസ് ഒരുപാടുള്ള നാടാണ്. ഒരുപാട് ലിറ്റിഗൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഡെൻറ്റിസ്റ്റുകൾക്കെതിരെയാണ് കൺസ്യൂമർ കോടതിയിലെ കേസ്. വളരെ എളുപ്പമാണ്. ഞാൻ ഇടത്തെ പല്ലെടുക്കാൻ ചെന്നു, പക്ഷേ ഡോക്ടർ വലത്തെ പല്ലെടുത്തു എന്ന് പറയും. ഇഷ്ടം പോലെ കേസ് തൃശ്ശൂർ കൺസ്യൂമർ കോടതിയിലുണ്ട്. ഡെൻറ്റിസ്റ്റുകൾ വട്ടം തിരിയുക. വായ തുറന്നു കഴിഞ്ഞാൽ ഏത് പല്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ല് മനസ്സിലാക്കും. ചിലപ്പോൾ എല്ലാ പല്ലും മോശവും. ഏതെങ്കിലും ഒരു പല്ലെടുത്താൽ കേസ് കൊടുക്കും. 1 ലക്ഷം 2 ലക്ഷമൊക്കെ ചോദിക്കും, ചില പൈസ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാകേണ്ടതാണ് ആവശ്യം. നമുക്ക് IMA ആണ് സാധാരണ കൺസ്യൂമർ കോടതിയിലും മറ്റു കോടതികളൊക്കെ കേസ് നടത്തുക. കൺസ്യൂമർ കോടതിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുണ്ടോയെന്ന് അറിയില്ല, മറ്റു കോടതികളൊക്കെ ഇന്ത്യൻ തെളിവ് നിയമം വെച്ചിട്ടാണ് കേസ് നടത്തുക. ഇവിടെ അതല്ല. ഇത് നമ്മൾ മൈതാന പ്രസംഗം പോലെ ആരെങ്കിലും ചെന്ന് ഒന്ന് പ്രസംഗിക്കും, ഒരു കംപ്ലയിൻറ്റ് പറയും, ജഡ്ജി അതുപോലെ തന്നെ മൈതാനത്തിരുന്ന് എഴുതുന്ന പോലെ ഒരു ജഡ്ജ്മെൻ്റ് എഴുതും, കേസ് പോവും. പിന്നെ നമ്മൾ കയ്യിലെ പൈസയൊക്കെ കളഞ്ഞ് കൺസ്യൂമർ കോടതിയിൽ എറണാകുളത്തും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്തണം. കേസ് വേണ്ട രീതിയിൽ നടത്താതിരിക്കുക. നടത്തിയ കേസുകൾ തന്നെ പറയാത്ത രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ നെസസിറ്റി നമുക്കൊക്കെ തോന്നുന്നത് ശരിയാണോ, ഇത് ശരിയല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ തോന്നാം. നമുക്ക് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഡോക്ടർ സമൂഹം അവരും വളരെ സുരക്ഷിതമായ മേഖലകൾ തപ്പുക. പഴയ കാലത്ത് നിങ്ങൾക്ക് അറിയാം, ഈ സ്കാനിങ്ങും MRIയും CT ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വെറും എക്സ്റേ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ക്ലിനിഷ്യൻസ്, ഡോക്ടർമാർ പേഷ്യൻറ്റിൻ്റെ രോഗവിവരങ്ങൾ മാത്രം ആരാഞ്ഞുകൊണ്ട് അസുഖങ്ങൾ നിർണ്ണയിച്ച് ചികിത്സിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഓരോ കാലഘട്ടങ്ങളുമായി നമ്മുടെ പുതിയ മെഡിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നപ്പോൾ, സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഡോക്ടർമാർ വളരെ ബുദ്ധിപൂർവ്വം ഏത് രോഗി വന്നാലും പ്രത്യേകിച്ച് നല്ലപോലെ സംസാരിച്ച് അത്യാവശ്യം വിവരമുള്ള പോലെ അഭിനയിക്കുന്ന പേഷ്യൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ തടി കേടാക്കണ്ടെന്ന് വിചാരിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ CTക്ക് വിടും, ചിലപ്പോൾ MRIക്ക് വിടും. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുക. പിന്നെ അതിൽ വല്ല അപകടം പറ്റിക്കഴിഞ്ഞാൽ രോഗി വളരെ ക്ഷുഭിതരാകും. കാരണം ഇത്രമാത്രം പണം നമ്മൾ ചിലവാക്കിയില്ലേ, നിങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ, നമ്മുടെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനാണ് കോടതികളിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചലഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം, സിവിൽ കോടതിയിലാവണമെങ്കിലും ക്രിമിനൽ കോടതിയിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്യുമെൻ്ററി എവിഡൻസാണ്. പലതും നമ്മൾ വായുകൊണ്ട് പറയും,
അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഡോക്യുമെൻ്ററി എവിഡൻസ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ കൃത്യമായ രീതിയിൽ ഡയഗ്നോസിസ് ഉണ്ടോ, കൃത്യമായ രീതിയിൽ മരുന്നുകൾ എഴുതിയിട്ടുണ്ടോ, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. സുപ്രീം കോടതിയൊക്കെ 1, 2, 3 ആയിട്ട് അങ്ങനെ പറയുന്നത്. പലപ്പോഴും അത് എഴുതാതെ വരുമ്പോഴാണ് കോടതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് എങ്ങനെ എടുക്കും വലിയ വിഷയമാണ്. ഞാൻ ഈ ചില കേസുകൾ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ആശുപത്രിയിൽ ഒരു 13 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ളൊരു വിഷയത്തിൽ 10 സ്റ്റുഡൻസിന് ഇഞ്ചുറി പറ്റുക. 10 സ്റ്റുഡൻസ് തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജ് റോഡിൽ ഒരു കാറിൻ്റെ മുകളിലേക്ക് 10 കുട്ടികളും ഒരുമിച്ച് ഓടി. വളരെ പതുക്കെ വന്നിരുന്നു കാറാണ്, പക്ഷേ അതിൻ്റെ മുകളിൽ വീണു. അതിൽ 10 പേർക്കും ഇഞ്ചുറി പറ്റി. അതിലൊരു കുട്ടി മരിച്ചു. അപ്പോൾ ആ കുട്ടിയെ സർജറി നടത്തിയത് ആശുപത്രിയിലാണ്, ഒരു പെൺകുട്ടിയെ. ഞാനത് പറയാൻ, ഞാൻ പ്രതിഭാഗം വക്കീലായിരുന്നു, അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. കാറ് വളരെ പതുക്കെ പോയിരുന്നു, അപകടം പറ്റി. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ പറയും കാറ് അമിത വേഗത്തിൽ പോകുന്നു, യാതൊരു നിയന്ത്രണമില്ലാതെ കാറ് പോയതുകൊണ്ട് അപകടം പറ്റിയതാണ്, അങ്ങനെ കുട്ടി മരിച്ചു. ആ കേസിൻ്റെ വിചാരണ സമയത്ത് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ്സ് ഹാജരാക്കും. മെഡിക്കൽ റെക്കോർഡ്സും ഒന്നുമില്ല, ഉള്ളതൊക്കെ ഇൻകംപ്ലീറ്റാണ്. വിസ്തരിക്കാൻ പറഞ്ഞ ഡോക്ടർമാർ, അത് ഏത് ഡോക്ടറാണ് സർജറി ചെയ്തത് എന്ന് ആ മെഡിക്കൽ റെക്കോർഡ്സിലില്ല. കുറേ ഡോക്ടർമാരെ പേര് എഴുതിയിട്ടുണ്ട്. ആരാണ് ഈ സർജറി അറ്റൻഡ് ചെയ്തതെന്ന് അറിയില്ല, ഹെഡ് ഇഞ്ചുറിയാണ് ചെയ്തതെന്ന് അറിയില്ല. ഒരു മെഡിക്കൽ റെക്കോർഡ്സും ഇല്ല. അങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ അപര്യാപ്തത കൊണ്ട് മാത്രം ആ കേസ് പ്രതിക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടാവുക. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചത് കൺസെൻറ്റാണ്. ഈ മരിച്ച പെൺകുട്ടിയുടെയോ റിലേറ്റീവ്സിൻ്റെയോ കൺസെൻറ്റ് എടുക്കാതെയാണ് സർജറി നടത്തിയത്. ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. സുപ്രീം കോടതി പറയുന്നു അങ്ങനെയുള്ള സമയത്ത് ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഓർമ്മയില്ലാതെ ഒരു പേഷ്യൻ്റ് വരുന്നു, റിലേറ്റീവ്സ് ഇല്ല, ചിലപ്പോൾ എന്തെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻ്റൊക്കെ ആവാം, അർജൻറ്റായിട്ട് സർജറി ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം തന്നെ അവിടെയുള്ള ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ബോർഡ് കൂടി അവരെ ഈ എത്രമാത്രം അവർക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഫൈൻഡ് ചെയ്ത് ആ ഫൈൻഡിങ് നടത്തിയതിന് ശേഷം അവരെ ലൈഫ് സേവ് ചെയ്യുന്നതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് സർജറി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രേഖകൾ തയ്യാറാക്കിയതിന് ശേഷമേ സർജറി ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? ബന്ധു വരട്ടെ, അമ്മ വരട്ടെ, ചേട്ടൻ വരട്ടെ, അനിയൻ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കും. കാരണം എന്താ? ഡോക്ടർമാർക്ക് പേടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം വരുമോ എന്നുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് കൂടിക്കോളൂ. ആ മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം നിങ്ങൾ കൺസെൻറ്റ് ആരില്ല, പക്ഷേ സർജറി എസെൻഷ്യലാണ് എന്ന് പറഞ്ഞ് എഴുതണം. അതുപോലെ സർജറി കേസുകളിൽ സാധാരണ സർജൻസ് കൺസെൻറ്റ് എടുക്കും. ഇപ്പോൾ പറയുന്നത് അതല്ല, അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ കൺസെൻറ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. കാരണം പലപ്പോഴും അനസ്തേഷ്യ ഫെയിലർ വരും. അനസ്തേഷ്യ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ സർജറിക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു ഫോറൻസിക് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ ബോഡിയിൽ പ്രധാനപ്പെട്ട അവയവങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ അവയവദാനം ഇപ്പോൾ വലിയ രീതിയിൽ ഷോ കാണിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്ത് അത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഇങ്ങനെ നിൽക്കുക, ഇപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നിൽക്കുക. കാരണം മിടുക്കന്മാരപ്പുറത്ത്. അങ്ങനെ നമ്മുടെ നാട്ടിലതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു സിനിമ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങാൻ കാരണം ഇതാണെന്നാണ് കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും കേസ് കോൾഡ് സ്റ്റോറേജിലാണ്. കാരണം ഓർഗൻസ് ആ ബോഡിയിൽ ഇല്ല എന്ന് ഫോറൻസിക് സർജന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മളിനി ഇങ്ങനെയൊക്കെയായി, ഇങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നു, ഫോറൻസിക് റിപ്പോർട്ടുകൾ വന്നു, കോടതി അങ്ങനെ പ്രതികരിക്കും, വലിയ സംഭവമാണ്. അപ്പോൾ ഞാനൊരു കേസ് പറയാം. ഒരു റേപ്പ് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ ജസ്റ്റിസാണ്. റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്ത പെൺകുട്ടികളാവാം, ചെറിയ കുട്ടികളാവാം, ഒക്കെ മെഡിക്കൽ എക്സാമിനേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൃത്യമായ രീതിയിൽ എക്സാമിനേഷൻ നടത്തി കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ സാമ്പിൾസ് എടുക്കണം. അതിന് എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നു കഴിഞ്ഞാൽ, വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ കേസ് തന്നെ തെളിയാതെ പോവും.
അപ്പോൾ മെഡിക്കൽ ജസ്റ്റിസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് സാധാരണ ആശുപത്രികളൊക്കെ കാണാം, കത്തിക്കുത്ത്, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിക്കുകളൊക്കെ ആയിട്ട് ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും ആരാ കൊണ്ടുവന്നേ. അപ്പം നമുക്ക് വലിയ മസല, നമ്മുടെ പേരൊന്നും പറയില്ല, പേര് പറയണം, ആര് കൊണ്ടുവന്നു, എവിടെ വെച്ചാണ് സംഭവം, എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർ ചോദിക്കും. കാരണം ഡോക്ടർക്ക് അത് അറിഞ്ഞിട്ട് വേണം കേസിൻ്റെ ബാക്കിയുള്ള ചികിത്സയിലേക്ക്. അപ്പോൾ ഡോക്ടർ വൂണ്ട് സർട്ടിഫിക്കറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ എഴുതും. അതാണ് കോടതിയിൽ എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുക. ഇതൊന്നും എഴുതാതെ വെറുതെ ഒരു പേഷ്യൻ്റെ പേര് മാത്രം എഴുതി നേരെ ചികിത്സയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അപകടവും. കാരണം എങ്ങനെ പിന്നെ പേഷ്യൻ്റ് കോടതിയിൽ പോയി കഴിഞ്ഞാലും ഒരു ജസ്റ്റിസും മെഡിക്കൽ ജസ്റ്റിസും കിട്ടില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട. ഓവർ ദ കൗണ്ടർ മെഡിസിൻ നമുക്ക് വേറെ സ്വഭാവം, ഈ പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം അത് തുടങ്ങി. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കും, സൗകര്യം പോലെ കഴിക്കും. ഏതാണ്ട് പ്രശ്നമാകുമ്പോൾ ഡോക്ടർമാരെ അടുത്ത് ചെല്ലും. സന്ധ്യ നേരമൊക്കെ ആകും ഡോക്ടർമാർ വീട്ടിലിരുന്ന് പേഷ്യനെ നോക്കും, അല്ലെങ്കിൽ ആശുപത്രിയിലിരുന്ന് മറ്റ് ഇൻവെസ്റ്റിഗേഷനൊന്നും പറ്റുന്നുണ്ടാവില്ല. അഡ്മിറ്റ് ചെയ്തും പിന്നെ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്കാവും പരാതി. കുറേ നമ്മുടെ ഭാഗത്ത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദോഷങ്ങളെ കൊണ്ട് അസുഖങ്ങൾ പറയാതെ, പ്രത്യേകിച്ച് ആസ്പിരിൻ അടക്കമുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഡോക്ടർമാരോട് പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതാണ് സുപ്രീം കോടതി പല കേസുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുക, നമ്മുടെ റേഡിയേഷൻ ഹസാർഡിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ അമല മെഡിക്കൽ കോളേജും തൃശ്ശൂർ മെഡിക്കൽ കോളേജും അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും റേഡിയേഷൻ ഹസാർഡ് ഉണ്ടാകുന്ന ഏരിയ. അപ്പോൾ റേഡിയേഷൻ ഹസാർഡ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ട മുൻകരുതലുകൾ ഉണ്ടോ? കാരണം അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അസുഖം വരാം, അവിടെ പ്രവേശിക്കപ്പെട്ട രോഗികൾക്ക് ആ റേഡിയേഷൻ കൊണ്ട് അസുഖം വരാം, ആ പ്രദേശത്ത് താമസിക്കുന്ന അവിടെ താമസക്കാർക്ക് അസുഖം വരാം. റേഡിയേഷൻ ഹസാർഡ്, ബ്രസ്റ്റ് ക്യാൻസർ വരാം, മറ്റു തരത്തിലുള്ള ക്യാൻസറുകൾ ആണുങ്ങൾക്കുണ്ടാകാം, കുട്ടികൾക്കുണ്ടാകാം. അപ്പോൾ റേഡിയേഷൻ ഹസാർഡിനെ കുറിച്ച് നമ്മൾ മെഡിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോൾ നാട്ടിൽ മുഴുവൻ നമുക്ക് റേഡിയേഷൻ ഹസാർഡാണ്. അപ്പോൾ ഞാൻ ഈ മൊബൈൽ എൻ്റെ കീശയിൽ വെച്ചിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന റേഡിയേഷൻ ഹസാർഡ്, നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഉണ്ടാക്കുന്ന റേഡിയേഷൻ ഹസാർഡ്. ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് കണ്ടു, നിങ്ങൾ കണ്ടു കാണും, ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലാണ് സ്ത്രീകളിലിപ്പോൾ. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പലർക്കും ചെവി കേൾക്കാണ്ടായിട്ടുണ്ട്. കാരണം 24 മണിക്കൂർ നമ്മൾ ബ്ലൂടൂത്ത് പിടിച്ച് നടക്കുക. നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാകും. ഒരു ഗോപികുമാർ സാറ് ENT ഡോക്ടറാണ്. അദ്ദേഹം ചെവിയിൽ ഒരു പഴുപ്പ് വന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ നാളെ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കും. ആ പഴുപ്പ് മാറിയപ്പോൾ എനിക്ക് ചെവി കേൾക്കുന്നില്ല. അത് വേറെ ഒന്നുമല്ല, 24 മണിക്കൂറും ചെവിട്ടിലത് വെച്ച് രാത്രിക്ക് എടുക്കുമ്പോഴും ഭാര്യയോട് സംസാരിക്കേണ്ട ഭർത്താക്കന്മാർക്ക് ഒരു ഭാര്യമാർക്കും സംസാരിക്കേണ്ട, അച്ഛനമ്മമാരോടും മക്കൾക്ക് ഇങ്ങനെ പരസ്പരം എല്ലാവരും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ ചുവട്ടിലും ബ്ലൂടൂത്തിൻ്റെ കാലമാണ്. അപ്പോൾ റേഡിയേഷൻ ഹസാർഡിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. നമ്മളത് ചെയ്യാതെ നമ്മളെ പരിശോധിച്ച ഡോക്ടർമാരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ കോടതിയിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാതെ, അങ്ങനെ ബോധവാന്മാരല്ലാതെ നമ്മൾ മെഡിക്കൽ ജസ്റ്റിസിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയും. ഞാൻ ഏതാനും ജഡ്ജ്മെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നേരത്തെ മേഡം പറഞ്ഞ ചില ജഡ്ജ്മെൻറ്റുകൾ ഇതിൻ്റെ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1989 4 സുപ്രീം കോർട്ട് കേസസ് 286 പരമാനന്ദ് കത്താര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് എവറി ഡോക്ടർ ഹാസ് എ ഡ്യൂട്ടി ടു പ്രൊവൈഡ് എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസ് ടു സേവ് ലൈഫ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും, കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒരു അപകടം പറ്റി റോട്ടിൽ കിടന്നിരുന്ന ഒരാളെ 2 ഡോക്ടർ കപ്പിൾസ് അവിടുന്ന് റിവൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾ കാണും. അത് പുറത്ത് വെച്ച് കാണുന്നതാണ്. പലപ്പോഴും നമുക്ക് ട്രെയിനുകളിൽ ഫ്ലൈറ്റുകളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർമാരുണ്ടെങ്കിൽ അവർ ഓടി വന്ന് അവരെ കൊണ്ട് എമർജൻസി കെയർ ചെയ്യും. അത് ഹോസ്പിറ്റലും അത് തന്നെയാണ്. ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ എമർജൻസി കെയർ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ ചുമതലയാണെന്നാണ് സുപ്രീം കോടതി ആ ജഡ്ജ്മെൻറ്റിൽ കൂടി പറയുന്നത്. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വേഴ്സസ് VP ശാന്ത മേഡം പറഞ്ഞത്, അത് 1995 6 SCC 651. അതിൽ പറയുന്നത്
മെഡിക്കൽ സർവീസസ് ഫോൾ വിത്തിൻ ദ ആംബിറ്റ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ. വെരി ഇമ്പോർട്ടൻ്റാണ്. എങ്ങനെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷനിൽ ഇത് വരുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ വരുന്ന കേസുകൾ മുഴുവൻ സർവീസ് ഓറിയൻറ്റഡാണ്, ഡെഫിഷ്യൻസി ഓഫ് സർവീസ്. അല്ലാണ്ട് വെറുതെ കൺസ്യൂമർ കോടതിയിൽ പോയിട്ട് എനിക്ക് അത് വന്നു ഇത് വന്നു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇന്ന പോലെ ചികിത്സിക്കാമായിരുന്നു, ചികിത്സിച്ചില്ല, അല്ലെ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല, അതുകൊണ്ട് ഇന്ന ദോഷങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വേണം കൺസ്യൂമർ കോടതിയിൽ പോയി. കാരണം ഡെഫിഷ്യൻസി ഓഫ് സർവീസ്, കൺസ്യൂമർ കോടതിയുടെ ഡെഫിനേഷൻ അത് തന്നെ അതാ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മെഡിക്കൽ സർവീസ് ഫോൾ വിത്തിൻ ദ ആംബിറ്റ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1995 6 SCC 651. അതുപോലെ തന്നെ ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2005 6 SCC 1. അതിൽ പറയുന്നത് ക്രിമിനൽ പ്രോസിക്യൂഷൻ ഷുഡ് അറൈസ് ഓൺലി ഇൻ കേസസ് ഓഫ് ഗ്രോസ് നെഗ്ലിജൻസ്. മാഡം പറഞ്ഞു 2 സൈഡിലും ഡോക്ടർമാരാണ്. എങ്ങനെ തടി തപ്പിപ്പോവും? ഒരാൾ പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡിൽ പോകണം എന്ന് നിർബന്ധമായിട്ട് ഇപ്പോൾ നിയമം വന്നു. ഇനി മെഡിക്കൽ ബോർഡിൽ വന്നാലും മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ ഈ പരാതിക്ക് അടിസ്ഥാനമായ പ്രതി അല്ലെങ്കിൽ എതിർ കക്ഷി ഡോക്ടർ, അതിൽ വരുന്ന സാക്ഷികളും ഡോക്ടറാണെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2005 6 SCC വന്നത്. അതിൽ ഇൻഫോംഡ് കൺസെൻ്റ് ആവശ്യമാണ്. കൺസെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഒരു സർജറി ചെയ്യുമ്പോൾ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരെ ഇൻഫോം ചെയ്ത് കൺസെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യത്തിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ സമീര കോഹ്ലി വേഴ്സസ് ഡോക്ടർ പ്രഭ മഞ്ചാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് സുപ്രീം കോടതിയുണ്ട്. അത് 2008 2 SCC 1. അതിൽ പറയണത് പേഷ്യൻറ്റ് മസ്റ്റ് ബി ഇൻഫോംഡ് അബൌട്ട് റിസ്ക് ആൻഡ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഈ ആശുപത്രികളൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു പേജിൽ സിസ്റ്റർമാർ വന്ന് എഴുതും ഓപ്പറേഷൻ പോവാണ്, ആരെ ഭാര്യയാണോ ഭർത്താവാണോ അനിയനോ ചേട്ടനോ ഒന്ന് ഒപ്പിട്ടോളൂ എന്ന് പറയും. അത് നമ്മൾ ഒപ്പിടും. അവിടെ സിസ്റ്റർമാർ എഴുതി വയ്ക്കും ഇവർക്ക് മറ്റേ ഇന്ന അസുഖമാണ്, അതിന് വളരെ ഗുരുതരമായ അസുഖമാണ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ബോധം പോവാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഒപ്പിടും. ഇപ്പം അത് പോരാ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ് വേണം 2008 സുപ്രീം കോടതി കേസ് പ്രകാരം. പിന്നെ കുസും ശർമ്മ വേഴ്സസ് ബാത്ര ഹോസ്പിറ്റൽ, അതിൽ സുപ്രീം കോടതി പറഞ്ഞത് ജുഡീഷ്യൽ കോഷൻ ഇൻ നെഗ്ലിജൻറ്റ് കേസസ്, കോടതികളെ വാൺ ചെയ്തിരിക്കുക. ഹിൻസൈറ്റ് ബയസ് ഇൻ ഫൈൻഡിങ്. വാട്ട് ഈസ് ഹിൻസൈറ്റ് ഫൈൻഡിങ് എന്ന് പറയണത്? ഇങ്ങനെയാവും. ഇപ്പോൾ നമ്മൾ പണ്ട് വൈദ്യൻ പറഞ്ഞാൽ അറിയില്ല, 10 മിനിറ്റ് മുമ്പ് കൊണ്ടെങ്കിൽ ഒരാൾ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാണ് പഴയൊരു കഥയാണ്. ഒരു 10 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് പറയും. അത് ഹിൻസൈറ്റ്. അതായത് നമ്മുടെ രോഗികൾക്കും ഉള്ള പോലെ തന്നെ ഈ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും ഒരു പ്രശ്നമുണ്ട്. കാരണം അപകടം പറ്റിയിട്ടോ സംഭവത്തിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് വരിക. അപ്പോൾ കോടതി എന്തു ചെയ്യും? ഇന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ ഈ പേഷ്യൻ്റ് രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഹിൻസൈറ്റ് തരത്തിലുള്ള ഫൈൻഡിങ്ങിലേക്ക് കോടതികൾ കടക്കാൻ പാടില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട കേസാണ് 2008 2010 3 SCC 480. അതുപോലെ കേരള ഹൈക്കോടതി തന്നെ കുറേ ഡിസിഷൻസ് അതിൽ പറയുന്നുണ്ട്. KV ജോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ ക്രിമിനൽ നെഗ്ലിജൻസ് കേസിൽ നിർബന്ധമായിട്ട് എടുക്കണം. എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇല്ലാതെ കോടതികളുടെ സൗകര്യം പോലെ ഇന്ന ചികിത്സിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞ് കോടതികൾക്ക് ക്രിമിനൽ നെഗ്ലിജൻസ് കേസിൽ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സുരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നത് ചെറിയൊരു എറർ ജഡ്ജ്മെൻറ്റ്, ഡോക്ടർമാർക്ക് ജഡ്ജ്മെൻറ്റിൽ ചെറിയ എറർ പറ്റാം, അതൊരു നെഗ്ലിജൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലൻസിങ് സുപ്രീം കോടതി നടത്തിയേക്കണം. പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസിൽ എവിഡൻസ് റിക്വയർമെൻറ്റ്സ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എവിഡൻസ് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് റീറ്റെയിൻ ചെയ്യുന്നതിൽ അത് വളരെ ഗൗരവമായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്. സർജറി കഴിഞ്ഞ് ഈ ഗോസ്, സിസേഴ്സ്, സർജിക്കൽ ടൂൾസൊക്കെ ഇൻസൈഡ് ബോഡിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ വരിക. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ അപ്പുറത്തേക്ക് നെഗ്ലിജൻസ് വന്നു തുടങ്ങി. ഡോക്ടർമാർ പേഷ്യൻറ്റിനെ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിക്ക് വിടുമ്പോൾ ആംബുലൻസിൽ വെച്ചിട്ടാണ് ബലാത്സംഗം. മെഡിക്കൽ കോളേജാ, ആരെ നിങ്ങൾ കേസ് ആർക്കെതിരെ ഫയൽ ചെയ്യും? മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ?
ഡോക്ടർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. കേസ് ചിലപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് റെഫർ ചെയ്യും, നിങ്ങൾ മറ്റേ ആശുപത്രിയിൽ പൊക്കോളൂ, ഇവിടെ കിടക്കയില്ല, സൗകര്യങ്ങളില്ല, ICU ഫുള്ളാണ്, കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണം. അവിടെ പോകുന്ന സമയത്ത് ആംബുലൻസ് ചെറിയ ആരെ കേസ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ട് കണ്ടു, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഡിഫക്റ്റീവായിട്ടുള്ള ഡിവൈസസ് ഇംപ്ലാന്റ് ചെയ്യുക. ഡിഫക്റ്റീവായിട്ടുള്ള ഇംപ്ലാൻസ് ഇംപ്ലാന്റ് ചെയ്യാൻ ഒരുപാട് കേസുകൾ സുപ്രീം കോടതി ശ്രദ്ധ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പേസ് മേക്കർ, നമ്മുടെ ഹാർട്ട് നമ്മുടെ പൾസ് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി പേസ് മേക്കർ, ഓർത്തോപെഡിക് റോപ്സ്, കൈയും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കുന്നത്, ഹിപ്പ് ഇംപ്ലാൻസ് നമുക്ക് സാധാരണ വീഴുന്ന പറ്റുന്നത്, അതുപോലെ നീ റീപ്ലേസ്മെൻറ്റ്. ഇതിലൊക്കെ നല്ല രീതിയിലുള്ള മെഡിക്കൽ ഡിവൈസസ് ഇംപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇൻഫെക്ഷൻ, പല അസുഖങ്ങളും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പർട്ടിക്കുലർ ഡോക്ടറും ആശുപത്രിയും നിർബന്ധമായിട്ടും അതിന് ലയബിളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മിസ്ഡയഗ്നോസിസ്, അതുപോലെ അലർജിക് മെഡിക്കേഷൻ, അത് കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ, ഇതൊക്കെ അതാത് ഡോക്ടർമാർക്കാണ് കുഴപ്പമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2019 കേരള സുപ്രീം കോർട്ടിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ഹേമന്ത് ഗുപ്തയും കൂടിയിട്ടൊരു ഡിസിഷൻ വന്നിട്ടുണ്ട്. അരുൺ കുമാർ മാംഗ്ലിക് വേഴ്സസ് ചിറോയ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജ്മെൻറ്റ്, വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്, എല്ലാവരും വായിക്കേണ്ട ഒരു ജഡ്ജ്മെൻറ്റാണ്. അതിൽ ഒരു പേഷ്യൻറ്റിനെ ഡെങ്കു ഫീവറായിട്ട് അഡ്മിറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ അതിൻ്റെ കൺസൾട്ടൻറ്റ് വന്ന് നോക്കിയില്ല എന്നും വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിൽ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തത് സമ്മതിക്കുക. അതിൽ നേരത്തെ മാഡം പറഞ്ഞ പോലെയുള്ള ആ തിയറിക്ക് വലിയ ഇംപ്ലിക്കേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ആ തിയറിക്ക് ശേഷം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ബാലം തിയറി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെ സുപ്രീം കോടതി അതിൽ കുറേ സൈറ്റേഷനിൽ പറയണു എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബോലം ടെസ്റ്റിനെ നമ്മൾ ആ കേസിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ ഒരു രോഗിയെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. നെഗ്ലിജൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. നെഗ്ലിജൻസ് ഈസ് ദ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി എക്സസൈസ്ഡ് ബൈ ഒമിഷൻ ടു ഡു സംതിങ് which a reasonable man guided by those considerations which ordinarily regulate the conduct of human affairs would do, or doing something which a prudent and reasonable man would not do. What is prudent man? Prudent man എന്ന് പറഞ്ഞാൽ without any vested interest, with a full good intention only can do. Negligence is an essential ingredient of the offense. The negligence to be established by the prosecution must be culpable or gross, and not the negligence merely based upon an error of judgment. ഡോക്ടർമാർക്ക് ഫേവറബിൾ ആയിട്ട് ആ പോർഷൻ പറയാം. The medical professional is expected to bring a reasonable degree of skill and knowledge and must exercise a reasonable degree of care. Neither the very highest nor a very low degree of care and competence judged in the light of the particular circumstances of each case is what the law requires. A medical practitioner would be liable only where his conduct fell below that of the standards of a reasonably competent practitioner in his field. In the realm of diagnosis and treatment, there is scope for genuine difference of opinion, and one professional doctor is clearly not negligent merely because his conclusion differs from that of other professional doctor. രണ്ട് ഡോക്ടേഴ്സ് ഡിഫറൻ്റ് ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് മാത്രം അത് കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. The medical professional is often called upon to adopt a procedure which involves higher element of risk, but which he honestly believes as providing greater chances of success for the patient rather than a procedure involving lesser risk but higher chances of failure. Just because a professional looking to the gravity of illness has taken higher elementary of risk to redeem the patient out of his suffering, which did not yield the desired result, may not amount to negligence. രക്ഷപ്പെടുത്താൻ പരമാവധിയുള്ളൊരു ശ്രമം നടത്തും, രക്ഷപ്പെടുത്തിയില്ല, ഇത് തന്നെയേ പറ്റുള്ളൂ, റിസ്ക്കാണ് എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാം. Negligence cannot be attributed to a doctor
so long as he performs his duties with reasonable skill and competence. Merely because the doctor chooses one course of action in preference to the other one available, he would not be liable if the course of action chosen by him was acceptable to the medical profession. It would not be conducive to the efficiency of the medical profession if no doctor could administer medicine without a halter round his neck. Very important. It is our bounden duty and obligation of the civil society to ensure that the medical professionals are not unnecessarily harassed or humiliated so that they can perform their professional duties without fear and apprehension. Very important. നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കത്തിയും കടാരിയും കയ്യിൽ വെച്ചിട്ടാണ് വരണേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടർമാർ ചികിത്സിക്കൂ. അപ്പോൾ അവർക്ക് ഫിയർ ഇല്ലാതെ അവർക്ക് ഓണസ്റ്റായിട്ട് അവരുടെ സ്കില്ല് ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നാണ് പറയുന്നത്. The medical practitioners at times also have to be saved from such a class of complaints who use criminal process as a tool. കൺസ്യൂമർ കോടതിയിൽ കാണുന്നതാ സ്ഥിരം കുറേ കുറ്റവാളികളുണ്ട് അവിടെ കേസ് കൊടുക്കാൻ. For pressurizing the medical professionals, hospitals, particularly private hospitals or clinics, for extracting uncalled for compensation. Such malicious proceedings deserve to be discarded against the medical practitioners. The medical professionals are entitled to get protection so long as they perform their duties with reasonable skill and competence and in the interest of the patients. The interest and welfare of the patient have to be paramount for the medical professionals. In our considered view, the aforementioned principles must be kept in view while deciding the cases of medical negligence. We should not be understood to have held that doctors can never be prosecuted for medical negligence. As long as doctors have performed their duties and exercised an ordinary degree of professional skill and competence, they cannot be held guilty of medical negligence. It is imperative that the doctors must be able to perform their professional duties with free minds. Very, very important. അപ്പോൾ സുപ്രീം കോടതിയുടെ 2019 സുപ്രീം കോടതി ഡിസിഷൻ, അത് അരുൺ കുമാർ മംഗ്ലിക്കിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കോടതികളിലൊക്കെ കേസിൽ റിലേ ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വെറുതെ ലിറ്റിഗേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം, കുറച്ച് കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഡോക്ടർമാരെ എതിരെ ആരോപണം ഉന്നയിക്കുകയോ നമുക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നതുകൊണ്ടോ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കേസ് പറയുന്നത് നമ്മൾ തെഫ്റ്റ് ഓഫ് ഈ പേഷ്യൻ്റെ പ്രോപ്പർട്ടി. ഹോസ്പിറ്റലൊരു പേഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടി തെഫ്റ്റായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എത്രമാത്രം ബാധ്യസ്ഥരാണ്, അവിടെ അവരെ മിസ്ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെത്രമാത്രം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യങ്ങൾ പിന്നെ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുപ്രീം കോടതി പറയുന്നത് മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. പലപ്പോഴും നമുക്കറിയാം, ആശുപത്രികൾ പോയാൽ അവർ തന്നാലും നമ്മൾ സൂക്ഷിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും കോപ്പി ഉണ്ടോ എന്ന് ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആശുപത്രിക്കാർക്ക് സംശയവും, ഇത് നമുക്കിട്ട് വേല വയ്ക്കാനാണോ, അപ്പോൾ അവരില്ല എന്ന് പറയും. നമുക്ക് എല്ലാ ഹോസ്പിറ്റലും ഡിസ്ചാർജ് സമ്മറിയും പ്രിസ്ക്രിപ്ഷനൊക്കെ തരുന്നതാണ്. മെഡിസിൻ വാങ്ങിച്ചാൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളാരും ഇത് വാങ്ങിക്കില്ല. വാങ്ങിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കോപ്പി ചോദിക്കും. കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉടനെ ഒരു വിവരാവകാശം കൊടുക്കും. വിവരാവകാശം എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആരിൽ നിന്ന് മാത്രമേ കിട്ടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമൊന്നും ആരും നോക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള പാരലൻസിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് രണ്ടു ഭാഗത്തും തെറ്റുണ്ടാകാം. പേഷ്യൻ്റെ ഭാഗത്തുണ്ടാവാം, നമ്മുടെ ഭാഗത്തുണ്ടാവാം, ഉത്തരവാദപ്പെട്ട ആശുപത്രിയുടെ ഭാഗത്തുണ്ടാവാം. പക്ഷേ പരിമിതമായ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോയി ഏറ്റവും കൂടുതലുള്ള സൗകര്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു കേസിൽ 95 കേസിൽ 2005 കേസിൽ പറഞ്ഞേക്കണത് ടൈഫോയിഡ് ഫീവറിന് ഒരാളെ ട്രീറ്റ് ചെയ്തു, പക്ഷേ ഈ ഡൈഡ് ഓഫ് മലേറിയ. ഹൈ കോമ്പൻസേഷനാണ് കോടതി ഓർഡർ ചെയ്തേക്കണേ. ഡയഗ്നോസിസ് മിസ്സിങ്ങാണ്. അപ്പോൾ മിസ്സിങ് ഓഫ് ഡയഗ്നോസിസ്, unattending by the skilled doctors, physicians or the competent doctors, that are indicative for compensation അല്ലെങ്കിൽ നെഗ്ലിജൻസിൻ്റെ പർവിയിൽ വരുന്ന പറഞ്ഞ്. അപ്പോൾ നമ്മൾ കോടതികളിൽ മുമ്പ് കേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടുപോയാൽ നല്ലതാണ്. പക്ഷേ കോടതികളും കുറേ അപകടങ്ങളൊക്കെ പറ്റും. തൃശ്ശൂരിൽ നിന്ന് സുപ്രീം കോടതി വരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവ് കേസിൽ തൃശ്ശൂരിൽ നിന്നൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു, ഹൈക്കോടതിയിലും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു,
സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അതിൽ പറഞ്ഞു. മലർത്തി കിടത്തിയിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടായി ആ കുട്ടി മരിക്കുമെന്നുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടി മരിക്കുമെന്നുള്ള ശാസ്ത്രീയ അറിവ് പ്രതിക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പ്രതിയുടെ ശിക്ഷ കുറവ് ചെയ്യുക. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കും വലിയ വലിയ ഡോക്ടർമാർക്കും വിദ്വാന്മാർക്കും മാത്രമേ ഇനി ബലാത്സംഗം ചെയ്യാൻ കഴിയുള്ളൂ എന്ന രീതിയിലൊരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുക. ഇനി അത് മാറണം. വിഡ്ഢിത്തങ്ങൾ എല്ലാ ദിക്കിലും ഉണ്ടാവും. സുപ്രീം കോടതിക്കും പറ്റും. നമുക്കത് വിഡ്ഢിത്തം തന്നെ എന്ന് പറയണം. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാകുന്ന ജുഡീഷ്യറി അപ്പുറത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന അഭിഭാഷകർ ഇപ്പുറത്തും ഇത് ഇങ്ങനെയാണ് പറ്റിയത് എന്ന് പറയാൻ പറ്റുന്ന ഡോക്ടർമാർ മെഡിക്കൽ പ്രൊഫഷൻസ് കൃത്യമായ രീതിയിൽ കോടതിയിൽ വരികയും ചെയ്യുകയാണെങ്കിൽ ഇതിന് വലിയ പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുണ്ടാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറയുന്നു. കൂടുതൽ പറയുന്നതിൽ ഇനി ഡിസ്കഷനിലിരിക്കുമ്പോൾ പറയാം.